ഹലോ നമസ്കാരം. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുമ്പേലെ കഥ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയുടെ കസിൻ്റെ മോൻ്റെ ഭാര്യ അവളുടെ അച്ഛൻ DYSP ആണ്. അവരെ വിളിച്ച് വിവരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ അതായത് ഇയാളുടെ മകൻ പറയുന്നുണ്ട് ഇങ്ങനെ പെണ്ണ് കേസായതുകൊണ്ട് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി വിളിക്കുന്നത്. ഒരു പെൺകുട്ടിയല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഒരു അനാഥക്കുട്ടി. അപ്പോൾ ആ സ്ത്രീക്ക്, ആ കുട്ടി പെൺകുട്ടിക്ക് മീര എന്ന് ഒറ്റാണ് പേര് തോന്നണം. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അപ്പച്ച ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും മോളെ ഇത് ഭയങ്കര പ്രമാദമായ കേസാണ്, അതിപ്പോൾ എന്താവും എന്നറിയില്ല എന്ന് പറയും. അപ്പോൾ ഈ കുട്ടി പറയും അച്ഛാ അത് ഒരു കുട്ടി, ഒന്നാമത് ആ ഒരു കുട്ടി ഒരു ഓർഫണാണ് അച്ഛാ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ കാര്യമല്ലാതെ ഇപ്പോൾ ഒരു തടങ്കലിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അച്ഛൻ ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറയും. ശരി ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ മോളെ എന്നൊക്കെ പറയും. എന്നെക്കൊണ്ട് പറ്റുമോ നോക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ മൂപ്പരും പറയുന്നിട്ട്. അപ്പോൾ പറയും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പാലാരിവട്ടത്തു നിന്ന് ഒരു ടീം വന്നിട്ടുണ്ട്, ഒരു ഫാമിലി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി എന്ന് പറയുകയാണ് അയാൾ. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലീനയോട് അലീനയെ ചോദ്യം ചെയ്ത ആ ഇൻസ്പെക്ടർ വന്നിട്ട് ഇയാളോട് സർക്കിളിനോട് പറയുന്നുണ്ട് പിന്നെ എന്താണ് അവൾ ഒരു തരത്തിലും ഒപ്പിട്ട് തരുന്നില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അതെന്താ ഒപ്പിട്ട് തരാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഏത് വിധേനയായാലും അവളുടെ അത് ആ പരാതി എഴുതി വാങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സർ ഞാൻ കുറേ ശ്രമിച്ച് നോക്കിയായിരുന്നു പറഞ്ഞു, പിന്നെ നമുക്ക് ഈ കാര്യത്തിൽ അവളെ തല്ലാനോ വഴക്ക് പറയാനോ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ആ കേസ് ഒന്നും കൂടി സ്ട്രോങ് ആക്കണമെങ്കിൽ അവളുടെയും കൂടി പരാതി കിട്ടിയണം. കാരണം ഇവന്മാർ ഇതിൻ്റെ മുന്നേയും ഈ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ ചേർക്കേണ്ടതാണ് എന്ന് പറയാം. അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടുന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകണം, ഇവന്മാരെ റേപ്പ് ചെയ്ത ആ വീടുണ്ടല്ലോ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. അപ്പോൾ പറയും സാറേ അതൊക്കെ പ്രശ്നമല്ലേ, എന്ത് പ്രശ്നമൊന്നുമില്ല, തെളിവെടുപ്പിനത് പറഞ്ഞ് കൊണ്ടുപോകാം, ഇവളെ 5ാം പ്രതിയാക്കാം, കാരണം ഇവളുടെ ഒത്താശയോട് കൂടിയാണ് അന്നത് നടന്നതെന്ന് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. പറയും അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ സാറേ, മാത്രമല്ല അപ്പോൾ അതുമല്ല പണ്ടത്തെ കാലമല്ലേ, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നറിയും, എന്ത് വന്നാലും അല്ല വനിതാ പോലീസുകളെയും കൊണ്ടുപോകാം, എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും കീർത്തി കുറേ ശ്രമിച്ചതാണ് സാറേ, പക്ഷേ അവളൊന്നും പറയുന്നില്ല അറിയും. ശരി നമുക്ക് എന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറയും. സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യറിയും. അപ്പോൾ പറയും ഇത് എൻ്റെ സ്റ്റേഷനാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, താനാരാ ചോദിക്കാന്ന് വെച്ചിട്ട് അയാളോട് തട്ടിക്കയറും ഇയാൾ. കാരണം അയാൾക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസിനൊരു തുമ്പും വാലും ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് അയാൾ ഏത് വഴി കൂടെ വേണമെങ്കിലും പോകും. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ ICUയിൽ ബാലചന്ദ്രൻ ICU കിടക്കുന്ന സമയത്ത് നമ്മളെ പെങ്ങളുണ്ടല്ലോ സിന്ധു, അവർ വരുന്നുണ്ട്. പറയും നീ എന്താ വന്നേ എന്ന് ചോദിക്കും. പറയും ഏട്ടൻ ഗോവർദ്ധേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്, അവനെവിടെ എന്ന് ചോദിക്കും. ഏട്ടൻ ഇവിടെ എല്ലാ സ്ഥലത്തില്ല. ആര് വയ്യാണ്ട് കടന്നാലും നീയല്ലേ ഉള്ളൂ എന്ന് പറയും. മറ്റാൾ വരുന്നില്ല, ചേച്ചി ആ ഭാഗത്തേക്കേ വരുന്നില്ല, ബാലേന്ദ്രൻ്റെ ഒരു പെങ്ങളുണ്ടല്ലോ അത് വരുന്നേ ഇല്ല. അപ്പോൾ പറയും ഞാൻ അലീനയെ പോലീസ് കൊണ്ടുവരും. അലീനയെ പോലീസ് കൊണ്ടുപോയി എന്തിന് നോക്കുമ്പോൾ അതെന്തോ ചോദ്യം ചെയ്യാനോ, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല, അല്ല ഏട്ടൻ്റെ ഫോൺ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയും. അതെന്ത് കാര്യത്തിനാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത്, അവന് ഇവിടെ ആരും ഇല്ലയെന്നറിയാം, അതുകൊണ്ടാണ് അവൻ ഈ കാണിക്കുന്നത്, കാരണം വീട്ടിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ട് പെൺകുട്ടികളുടെ എന്തും ചെയ്യാന്നുള്ള ഭാവമാണെന്നൊക്കെ പറഞ്ഞു അയാളവിടെ കിടന്ന് കയറ് പൊട്ടിക്കാൻ. അപ്പോൾ നേഴ്സ് പറയേണ്ട ICUയിലാണ് കിടക്കുന്നത്, നിങ്ങളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത്, നിങ്ങളിങ്ങനെ BP കൂട്ടല്ലേ എന്നിങ്ങനെ നേഴ്സ് പറയേണ്ടത്. അപ്പോൾ തന്നെ നേഴ്സ് സിന്ധുവിനെ ചീത്ത നിങ്ങളെന്തിനാ അപ്പോൾ ഇതിവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പറയും പിന്നെ ഏട്ടനെ അറിയേണ്ട കാര്യമായിരുന്നു, ഏട്ടൻ ഇതിന്ന് പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ സിന്ധുവിൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. കൃഷ്ണമോളാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ പറയും അലീനയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഹലോ പറയുമ്പോൾ അലീനയാണോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അച്ഛനാണോ വയ്ക്കുമ്പോൾ അലീനയാണോ എന്ന് ചോദിച്ചാൽ അല്ല അച്ഛാ, അലീന ചേച്ചി ഇവിടെ എല്ലാം അറിയാം, എവിടെ പോയി എന്ന് നോക്കി. അപ്പോൾ പറയും ഇങ്ങനെ പോലീസ്, എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ല അച്ഛൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ അതുകൊണ്ടാണ്. ഫോണില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ മതിയില്ലേ ഹോസ്പിറ്റലിലേക്ക്, എന്തുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പറയും എല്ലാം കണക്കാന്നൊക്കെ പറയും. അല്ല അച്ഛാ, അലീന ചേച്ചി പറഞ്ഞിരുന്നു, അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു, ഒക്കെ കണക്കാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക. വെച്ച ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പോഴേക്കും ഇതിന് സങ്കടം വരിക, കാരണം അത് ആകെ വിഷമിച്ചിരിക്കുക, ആരുമില്ല ഒരു സഹായത്തിന്, ആരോടൊരു സഹായം ചോദിക്കാൻ പോലും നിവർത്തിയില്ലാണ്ട് ആകെ സങ്കടം പിടിച്ചിരിക്കുകയാണ് കുട്ടി കേട്ടോ. അത് കഴിഞ്ഞ് എന്താണ് നമ്മളെ വൈജപ്പുറത്തിലേ കിടക്കണം, വൈജേൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഒരു നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് എന്താ നിങ്ങളുടെ കൂടെ നിന്നില്ലേ, നിങ്ങളെ മോളാന്നും പറഞ്ഞ് നിന്ന് ആ പെൺകുട്ടീനെ പോലീസ് പിടിച്ചു ഇത്രേ
എന്ന് ചോദിക്കണം. അപ്പോൾ ഫൈജ അലീനേനെ നോക്കുമ്പോൾ അതെ അതിനെ പോലീസ് പിടിച്ചോ നിങ്ങളെ മോളല്ലേ അത് നോക്കുമ്പോൾ എൻ്റെ മോളൊന്നുമല്ല അത് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ സാറിൻ്റെ മോളാണോ എന്ന് നോക്കുമ്പോൾ ആരുടെയും മോളൊന്നുമല്ല, അതൊക്കെ അവൾ വെറുതെ പറഞ്ഞതാ, അവളെന്തിനാ പോലീസ് പിടിച്ചത് എന്ന് ചോദിക്കാൻ അറിയില്ല. അപ്പോൾ ഇന്ന് ജയിലിലാവുമല്ലേ അവിടെ കിടക്കട്ടെ അവൾക്ക് അതന്നെ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് വൈജ. ആ സമയത്ത് അറിയും ആരത് പറഞ്ഞേ ചോദിക്കുമ്പോൾ പറയും ബാലചന്ദ്രൻ സാറിൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, അവർ അവിടെ പറയുന്ന കേട്ടെന്നറിയാം. അന്നൊന്ന് പോയി സിന്ധുവിനെ വിളിച്ചിട്ട് വരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അമ്മേനെ വിളിച്ചിട്ട് വരിക, ബാലചന്ദ്രൻ്റെ സിസ്റ്ററെ ഇങ്ങോട്ട് വിളിക്കാൻ. അപ്പോൾ പറയുമോ നിനക്കിപ്പോൾ എൻ്റെ അടുത്തൊന്നും വരാനൊന്നും വയ്യ അല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നത്, ഏട്ടനല്ലേ ആരും ഇല്ലാത്തതുള്ളൂ, വൈജേജിക്ക് എല്ലാവരും ഉണ്ടല്ലോ, ഒക്കെ കണക്കാ എന്നൊക്കെ പറയും. എന്താ ഉണ്ടായ എന്താണ് അലീനയ്ക്ക് എന്താ പറ്റിയ, അലീനനെ എന്തിനാ പോലീസ് പിടിക്കുക ചിരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാം അലീനേനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നറിയാം. അവളവിടെ കിടക്കട്ടെ, എന്താ കാര്യം അവിടെ കിടക്കട്ടെ, ജയിലിൽ കിടക്കട്ടെ അറിയാം. ബാക്കി കേട്ടിട്ടുണ്ടെങ്കിൽ ഇതന്നെ പറയും എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 2 നഴ്സുമാരുണ്ട് കേട്ടോ, മറ്റേ നഴ്സും ഉണ്ട്. അപ്പോൾ പറയും എന്തിനാന്ന് പറയണോ, രോഹിത്തും ഹരിയും കൂടിയിട്ട് അന്ന് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് പിന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയില്ല, ആ ഒരു കേസിന് കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അവളെ വിളിച്ചുകൊണ്ട് പോയത് അറിയും. അപ്പോൾ വൈജയ്ക്ക് അത് കുറച്ചിലായിട്ട് തോന്നുന്നു, കാരണം നഴ്സുമാരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു കുറച്ചിൽ തോന്നുക. അതിനെ പിന്നെ പരാതി എഴുതി വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയതാണ്, വെറുതെ കൊണ്ടുപോയതൊന്നുമല്ല, പരാതി എഴുതി. ഇതുവരെയും അലീന പരാതി എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഒരു സന്തോഷം കൂടെ കണ്ടാൽ ചിലപ്പോൾ അവൾ എഴുതി കൊടുക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നീ ഇപ്പം ഇവിടെ പറയണം, പിന്നെ പറയാതെ ഇപ്പോൾ അവളെ കൊണ്ടുപോയി സന്തോഷിക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞതും, അവളെ കൊണ്ടുപോയത് വെറുതെ ഒന്നുമല്ല, ഹരിശങ്കറും രോഹിതും കൂടി അവളോട് ചെയ്തിട്ടുള്ള ക്രൂരതയ്ക്ക് ഉള്ള പരാതി എഴുതി വാങ്ങാനാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയണം. അപ്പോൾ ആകെ ചമ്മി നാറി നിൽക്കണം, നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് സിന്ധു. വൈജയുടെ സന്തോഷത്തിനുള്ള മറുപടി കൊടുക്കും. പരാതി എഴുതി അലീന ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ രോഹിത്തിൻ്റെ കാര്യം ഗോവിന്ദ, പിന്നെ നോക്കണ്ട, ഒരു കാര്യമില്ല പിന്നെ എന്ന് പറയാണ്. അതിൽ വൈജ ആകെ ഇതായി നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നാണക്കേടല്ലേ, ഭയങ്കര നാണക്കേടാണ് ആവാൻ പോണത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത്, അത് കഴിഞ്ഞ് ഇവർ സിന്ധു ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ രാത്രിയായി കഴിയുമ്പോഴേക്കും മറ്റേ അയാൾ വീട്ടിൽ പോയി വരുന്നുണ്ട്, സർക്കിളാണെന്ന് തോന്നുന്നത്. അയാൾ വീട്ടിൽ പോയി വന്നിട്ട് അറിയും. അപ്പോൾ ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മളെ അലീനേനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവളോട് അങ്ങനെ ഇരിക്കുകയാണ്, രാത്രിയായിട്ട് അവളെ വിട്ടിട്ടില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇവളെ മുകളിലോട്ട് കൊണ്ടുപോവാ എന്ന് പറയുകയാണ്. അപ്പോൾ ചെല്ലുന്നുണ്ട്, അയാൾ അങ്ങോട്ട് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ മറ്റേ ഒരു വനിതാ പോലീസാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് പറയും സാറ് വിളിക്കുന്നുണ്ട്, നടക്കുക എന്ന് പറയും. നിങ്ങൾ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും ഞാൻ വരാം, പക്ഷേ ഞാൻ എഴുതി ഒപ്പിട്ട് തരില്ല എന്ന് പറയും. അപ്പോൾ പറയും എന്നെക്കൊണ്ട് അതിന് നിങ്ങൾ ശ്രമിക്കാൻ വേണ്ട എന്ന് പറയും. അപ്പോൾ പറയും നാളെ അതിന് നിന്നെ ഏത് വഴിക്കും അത് ഒപ്പിടിക്കാം എന്നാണ് ഇവർ ഉദ്ദേശിക്കുക. അപ്പോൾ പറയും നിങ്ങൾ ഇന്ന് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, പക്ഷേ നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, നാളെ ദിവസം ഞാൻ കാണിച്ചു തരേണ്ടത്, നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തതെന്ന് പറഞ്ഞത് ഞാൻ നാളെ കാണിച്ചു തരേണ്ടത്. കോടതിയിലാണ് എന്നെ കൊണ്ടുപോകുന്നത്, കോടതിയിൽ ഞാൻ പറയും നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തത് എന്നുള്ളത് ഞാൻ കോടതിയിൽ പറയും, നിങ്ങളെയും പറയുന്ന വനിതാ പോലീസിനോട്. അപ്പോൾ പറയും വനിതാ പറയും നീ എന്താ ചെയ്യുക, ആയിക്കോട്ടെ, നാളെ പുറത്തിറങ്ങിയ മീഡിയേൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ പറയും എന്നങ്ങനെ പറയുകയാണ്. അപ്പോൾ അറിയും നീ അങ്ങനെ ഇതാവുന്നുണ്ടോ, നിനക്കെന്താ ഉള്ള കാര്യം നിനക്കത് പറഞ്ഞാൽ എന്താ അറിയും, എനിക്കില്ലാത്ത പരാതി എന്തിനാണ് നിങ്ങൾക്ക്, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, പിന്നെ എനിക്ക് ഒരു പരാതിയില്ല, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇത്, നിങ്ങളെന്തിനാ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് പരാതി എഴുതി വാങ്ങിക്കുന്നത്, അതിലേക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇന്നതിനാണെന്ന്, അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് പരാതി എഴുതി വാങ്ങുന്നത്, അതെന്തായാലും നടക്കില്ല എന്നറിയും. നിങ്ങളെവിടെ വേണമെങ്കിലും എന്നെ കൊണ്ടുപോയിക്കാൻ ഞാൻ വരും ചെയ്യാം, പക്ഷേ നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനൊക്കെ തിരിച്ച് ചെയ്തിരിക്കും എന്ന് പറയുകയാണ് അലീന വനിതാ പോലീസിനോട്. അപ്പോൾ നടക്ക് നിന്നെ ഏതായാലും അങ്ങോട്ട് കൊണ്ടു ചെല്ലട്ടെ, നടക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അലീനേനെ കൊണ്ടുപോവുകയാണ്. മുകളിൽ അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിച്ച് തള്ളുന്ന പോലെയാണ് അയാളുടെ ആ റൂമിലേക്ക് ഇവളെ തള്ളുന്നത് അലീനേനെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ ആരും മറക്കാതെ സീരിയൽ കാണുക. ഓക്കെ.